500 കോടി രൂപയുടെ അഴിമതി ആരോപണത്തിൽ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് കുരുക്ക് മുറുകുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ കർണാടക സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചേക്കും. BPL കമ്പനിക്ക് കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെന്റ് ബോർഡ് കളർ ടെലിവിഷനും ബാറ്ററി നിർമ്മാണ യൂണിറ്റും ആരംഭിക്കാൻ നൽകിയ 175 ഏക്കർ ഭൂമി മറച്ചുവിറ്റെന്നാണ് പരാതി. പരാതിയുടെ പകർപ്പ് ആദ്യം പുറത്തുവിട്ടത് കൈരളി ന്യൂസാണ്. BPL കമ്പനിക്ക് കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെന്റ് ബോർഡ് കളർ ടെലിവിഷൻ ബാറ്ററി നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കാൻ നൽകിയ 175 ഏക്കർ ഭൂമി മറിച്ചുവിറ്റെന്നാണ് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. 500 കോടിയോളം രൂപയുടെ അഴിമതിയിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കണമെന്നും കർണാടക സർക്കാരിന് നൽകിയ പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. 1995 കർഷകരിൽ നിന്നും ഏക്കറിന് 1.1 ലക്ഷം രൂപ നൽകിയാണ് 175 ഏക്കർ ഭൂമി കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെന്റ് ബോർഡ് ഏറ്റെടുക്കുന്നത്. 1995 മെയ് 23-ന് BPL കമ്പനിക്ക് കൈവശാവകാശം നൽകി. 2004 വരെ ഒരു തരത്തിലുള്ള പ്രവർത്തനവും നടത്തിയില്ലെന്നും 2006 KIADB ചുമതലയുള്ള മന്ത്രി സുബ്രഹ്മണ്യ നായിഡുമായി ചേർന്ന ഭൂമി പൂർണ്ണമായി വിൽക്കാനുള്ള അനുമതി നേടിയെടുത്തു. മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡ്, BOC ലിമിറ്റഡ്, ജിൻഡാൽ അലൂമിനിയം ഉൾപ്പെടെയുള്ള കമ്പനികൾക്ക് 500 കോടി രൂപയ്ക്ക് ഭൂമി മറച്ചുവിറ്റുവെന്നാണ് അഭിഭാഷകനായ KN ജഗദേഷ് കുമാർ സർക്കാരിന് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. 25/2/2011 87 ഏക്കർ ഭൂമി മാരുതി സുസുക്കിക്ക് 275 കോടിക്ക് വിറ്റുവെന്നും പരാതിയിൽ പറയുന്നു. 2009-10 കാലയളവിൽ ആദ്യം 33 ഏക്കർ ഭൂമി മാരുതി സുസുക്കിക്ക് 31 കോടിക്കും 3 ഏക്കർ ഭൂമി 2011 BOCക്ക് 4 കോടി രൂപയ്ക്കും മറിച്ചുവിറ്റുവെന്നുമാണ് ആരോപണം. 25 ഏക്കർ ഭൂമി ജിൻഡാൽ അലൂമിനിയം കമ്പനിക്ക് 33 കോടി 50 ലക്ഷം രൂപയ്ക്ക് വിറ്റുവെന്നുമാണ് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ്, കർണാടക ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, CBI ഡയറക്ടർ, ED ഡയറക്ടർ എന്നിവർക്കും കർണാടക സർക്കാരിന് പുറമെ പരാതി നൽകിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി.